ഹലോ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഹൈമാവതി. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ പച്ചക്കറി പരിക്കാൻ വേണ്ടി നോக்கலாம். ഇത് പച്ചക്കറി പരിക്കാൻ വേണ്ടി എൻ്റെ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പം ഈ പച്ചക്കറി ഒന്ന് പറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പച്ചക്കറി പരിക്കുന്നതിന് ഇതിപ്പം ലേശം ഇത് പരിക്കാനുണ്ട്. അത് പറിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കട്ടെ, പരിക്കട്ടെ. ഇതാണ് എല്ലാവരും എന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എൻ്റെ പച്ചക്കറി എൻ്റെ വീഡിയോ കാണണം. വീഡിയോ നിൽക്കുന്നവരെ കാണണം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും കാണണം. ഞാനിത് പറിച്ചിട്ട് എന്ന് കാണിച്ചു തരാം. പരിക്കട്ടെ. ഇത് പറിച്ചിട്ട് കാണിച്ചാൽ ഇത് നല്ല ഇതായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒന്ന് പരിക്കാൻ ഒരു ദിവസത്തേക്ക് കരിവട്ടം പരിക്കാനേ ആയിട്ടുള്ളൂ. കൂടുതലൊന്നുമില്ല. കുറച്ച് വെണ്ടക്കയുണ്ട്, കുറച്ച് താലുവലിയുണ്ട്, കത്തിരിക്കുന്നുണ്ട്. കത്തിരിക്കുന്നുണ്ട്. എന്നാലും ഇന്നത്തെ കരിവട്ടമായില്ല. ഇല്ല ഇന്നലെ രണ്ടെണ്ണം പറിച്ചു പോയി. ഇതാണ് ഇന്നത്തെ എന്താ താലുവലി, കത്തിരിക്ക, വെണ്ടക്ക. ഇത് വേണ്ട. ഇത് ഇന്ന് ഇതാ താലുവലിയുണ്ട്, കത്തിരിക്കുന്നുണ്ട്, വെണ്ടക്കയുണ്ട്. ഇത് വേണ്ട. ഇത് കാല് വയ്യാത്തതുകൊണ്ട് വിചാരിച്ച പോലെ എടുക്കാനും നടക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണുള്ള ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ അധികം. അത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇത് വെണ്ടയ്ക്കും കൂടി പരിച്ചിട്ടേ. ഇതാ വേണ്ട, ഇത്ര പൊരിയുണ്ട് പരിക്കാൻ. വെണ്ടക്കയുണ്ട്, തക്കാളിയുണ്ട്. ഇതാ വെണ്ടക്കയുണ്ട്. ഇതാ വെണ്ടക്ക. ഇതാ വെണ്ടക്ക. ഇതാ കക്കിരിക്ക. കണ്ടാ ഇതാ ഇന്നത്തെ കറിവേപ്പിനായില്ല. ഇതാ ഇതാ ഇത്ര പേരെ കിട്ടി. കണ്ട ഇത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. എനിക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അത് എനിക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളെല്ലാവരും കമൻറ്റ് കേൾക്കുമ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി എന്നോട് സ്നേഹമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് എന്നെ ഏറ്റെടുത്തുവല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ ഞാനിത് തൽക്കാലം ഇന്നിവിടെ നിർത്തുന്നു. ഇത് നമസ്കാരം. നന്ദി, നമസ്കാരം.